ഹായ് എവരിവൺ, ഐ എം ശാലിനി. മെന്റർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 4 കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡൽസ് എടുത്തു തന്ന പോലെ ഈ ക്ലാസ്സിൽ നിങ്ങളിവിടെ നോക്കിക്കേ. ക്യാൻ, കുഡ്, കുഡ് ഹാവ്, കുഡിൻ ഹാവ്, ഈ 4 എണ്ണവും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും പലതരത്തിൽ പലയിടത്ത് അത് ഉപയോഗിക്കാം. അതെല്ലാം നല്ല കൃത്യമായിട്ട് വളരെ ലളിതമായി നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്യാൻ, കുഡ്, കുഡ് ഹാവ്, കുഡിൻ ഹാവ് എവിടെയൊക്കെ യൂസ് ചെയ്യുമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിയുക. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെയൊക്കെ അർത്ഥം അറിയാം. പക്ഷെ ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യും, പലയിടത്തും വരുന്നുണ്ട്, അത് എന്താണെന്ന് മനസ്സിലാകില്ല. അപ്പൊ ക്യാൻ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. പ്രസന്റില് ക്യാന്റെ അർത്ഥം എന്താണ്? കഴിയുക. ക്യാൻ ഫോർ എബിലിറ്റി, ഒന്നാമത് നമുക്ക് ഒരു കഴിവിനെ കാണിക്കാനായിട്ട്, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവിനെ കാണിക്കാനാണ് ആദ്യമായിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് നീന്താൻ കഴിയും. എനിക്ക് നീന്താൻ കഴിയും. നീന്താൻ എന്ന് പറയുന്നത് സ്വിം. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഓക്കെ, അതുപോലെ അവക്ക് കാർ ഓടിക്കാൻ കഴിയും. She can drive a car. She can drive a car. Okay. ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ. അവക്ക് 3 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. അവക്ക് 3 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. എങ്ങനെ പറയും? സംസാരിക്കുക എന്നുള്ളതിന് സ്പീക്ക്. 3 languages. She can speak 3 languages. She can speak 3 languages. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. അവർക്ക് ഗിറ്റാർ വായിക്കാൻ കഴിയും. അവർക്ക് ഗിറ്റാർ വായിക്കാൻ കഴിയും. ഗിറ്റാർ വായിക്കുക എന്നുള്ളതിന്റെ പ്ലേ. They can play the guitar. They can play the guitar. ഇതെല്ലാം അവരുടെ എബിലിറ്റിയെ കാണിക്കുന്നതാണ്, കഴിവിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ എല്ലാം നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തൊരു വാചകം നോക്കിക്കേ. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. എങ്ങനെ പറയും? പരിഹരിക്കുക എന്നുള്ളതിന് സോൾവ്. വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. ഇവിടെ എല്ലാം ക്യാന്റെ അർത്ഥം എന്താണ്? എനിക്ക് കഴിയും, അവൾക്ക് കഴിയും, നമുക്ക് കഴിയും. ഓക്കെ, ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി നമുക്കിത് ചോദ്യം ചോദിക്കണ്ടേ? നിനക്കിപ്പോ കഴിയുമോ? എങ്ങനെ ചോദിക്കും? നിനക്ക് നീന്താൻ കഴിയുമോ? എങ്ങനെ ചോദിക്കും നമ്മള്? ക്യാൻ യു സ്വിം? ക്യാൻ യു സ്വിം? അത് ഓക്സിലറി, മോഡൽ ഓക്സിലറി ആണ്. അത് ആദ്യം എടുത്ത് ചോദിച്ചാൽ മതി. ക്യാൻ യു സ്വിം? നിനക്ക് നീന്താനാകുമോ? നിനക്ക് നീന്താൻ കഴിയുമോ? ഓക്കെ, അവക്ക് പാചകം ചെയ്യാൻ കഴിയുമോ? അവക്ക് പാചകം ചെയ്യാൻ അറിയാമോ? ഭക്ഷണം പാകം ചെയ്യാൻ അറിയാമോ? എങ്ങനെ ചോദിക്കും? ക്യാൻ ഷീ കുക്ക്? ക്യാൻ ഷീ കുക്ക്? ഓക്കെ, അവൻ ഈ ബോക്സ് പൊക്കാൻ കഴിയുമോ? ഈ ബോക്സ് ഉയർത്താൻ അവനെ കൊണ്ട് കഴിയുമോ? എങ്ങനെ ചോദിക്കും? ക്യാൻ ഹി ലിഫ്റ്റ് ദിസ് ബോക്സ്? ക്യാൻ ഹി ലിഫ്റ്റ് ദിസ് ബോക്സ്? അവൻ ഈ ബോക്സ് ഉയർത്താൻ കഴിയുമോ? ഇതെല്ലാം കഴിയുക എന്നുള്ളതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാൻ ഹി ലിഫ്റ്റ് ദിസ് ബോക്സ്? അവർക്ക് പാടാൻ കഴിയുമോ? ക്യാൻ ദേ സിംഗ് വെൽ? അവർക്ക് നന്നായിട്ട് പാടാൻ കഴിയുമോ? ക്യാൻ ദേ സിംഗ് വെൽ? അപ്പൊ ഏത് കാര്യവും കഴിയുമോ എന്ന് നമുക്ക് ചോദിക്കാൻ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറിയാണ് ഇത് ക്യാൻ. നമുക്കിത് ഉറപ്പിക്കാം. നമുക്കിത് ഉറപ്പിക്കാൻ കഴിയില്ലേ? ക്യാൻ വി ഫിക്സ് ഇറ്റ്? ക്യാൻ വി ഫിക്സ് ഇറ്റ്? ഓക്കെ, ഇനി നമ്മളിപ്പോ പഠിച്ചത് എബിലിറ്റിയെ കാണിക്കാൻ, കഴിവിനെ കാണിക്കാനാണ്. അടുത്ത ഒരു ഉപയോഗം നോക്കാം ക്യാനിന്റെ. അതായത് അനുവാദം ചോദിക്കാൻ അല്ലെങ്കിൽ അനുവാദം നൽകാൻ. ക്യാൻ ഫോർ പെർമിഷൻ. അനുവാദം ചോദിക്കാൻ അല്ലെങ്കിൽ അനുവാദം നൽകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ഏത്? ക്യാൻ. അതെങ്ങനെയൊക്കെയാന്ന് നമുക്ക് എക്സാമ്പിൾസിലൂടെ നോക്കാം. നിനക്കിപ്പോ പോകാം. നമ്മൾ കൊടുക്കുവാണ് അവൻ അനുവാദം. നിനക്കിപ്പോ പോകാം. യു ക്യാൻ ഗോ നൗ? നിനക്കിപ്പോ പോകാൻ കഴിയും. യു ക്യാൻ ഗോ നൗ. ഓക്കെ, എന്റെ പേന നിനക്ക് ഉപയോഗിക്കാം. അവര് പെർമിഷൻ കൊടുക്കുവാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പറയും? യു ക്യാൻ യൂസ് മൈ പെൻ. യു ക്യാൻ യൂസ് മൈ പെൻ. എന്റെ പെൻ നിനക്ക് ഉപയോഗിക്കാം. അവർക്ക് ആ ഹാളിൽ പ്രവേശിക്കാം. അവർക്ക് ഹാളിൽ പ്രവേശിക്കാം. അത് അനുവാദമാണ്. എങ്ങനെ പറയും? ദേ ക്യാൻ എൻറ്റർ ദ ഹാൾ. They can enter the hall.
ആ ഹാളില് പ്രവേശിക്കാം. ദേ ക്യാൻ എൻ്റർ ദ ഹാൾ. അവനിവിടെ ഇരിക്കാം. അവനിവിടെ ഇരിക്കാമോ? യെസ്, ഹി ക്യാൻ സിറ്റ് ഹിയർ. അവനിവിടെ ഇരിക്കാം. ഹി ക്യാൻ സിറ്റ് ഹിയർ. അവൾക്ക് നേരത്തെ പോകാം. ഇങ്ങനെ പറയും, ഷീ ക്യാൻ ലീവ് early. ഷീ ക്യാൻ ലീവ് early. അവൾക്ക് നേരത്തെ ഇവിടുന്ന് പോകാം. ഷീ ക്യാൻ ലീവ് early. ഇനി ഇത് ഇതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കും? ഇനി നിനക്കിപ്പോ പോകാം. ക്യാൻ ഐ ഗോ നൗ. എനിക്കിപ്പോ പോകാമോ? ക്യാൻ ഐ ഗോ നൗ. തിരിച്ചിട്ടാ മതി ഓക്സിലറി ഇങ്ങോട്ട്. എനിക്ക് പോകാമോ? ക്യാൻ ഐ ഗോ നൗ. നമുക്ക് ആ ജനലൊന്ന് തുറക്കാമോ? ജനല് തുറക്കാമോ? നമുക്ക് ജനല് തുറക്കാമോ? എങ്ങനെ ചോദിക്കും? ക്യാൻ വി ഓപ്പൺ ദ വിൻഡോ. ക്യാൻ വി ഓപ്പൺ ദ വിൻഡോ. നിന്റെ ഫോൺ എനിക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ക്യാൻ ഐ യൂസ് യുവർ ഫോൺ. എന്ത് സാധനമാണെങ്കിലും നമുക്ക് ചോദിക്കാം. ക്യാൻ ഐ യൂസ് യുവർ ബുക്ക്. ക്യാൻ ഐ യൂസ് യുവർ പെൻ. ക്യാൻ ഐ യൂസ് യുവർ ഫോൺ. എനിക്ക് നിന്റെ ഫോൺ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഓക്കെ. നമ്മളോടൊപ്പം അവക്ക് ചേരാമോ? ക്യാൻ ഷീ ജോയിൻ അസ്. അവക്ക് നമ്മളോടൊപ്പം ചേരാൻ പറ്റില്ലേ? ക്യാൻ ഷീ ജോയിൻ അസ്. തിരിച്ച് ആൻസർ പറയുമ്പോ യെസ്, ഷീ ക്യാൻ ജോയിൻ അസ്. അവന് നമ്മളുടെ കൂടെ വരാൻ കഴിയുമോ? വരാൻ പറ്റുമോ? ക്യാൻ ഹി കം വിത്ത് മീ. അനുവാദം ചോദിക്കുവാണ്. ക്യാൻ ഹി കം വിത്ത് മീ. നമ്മളോടൊപ്പം അവന് വരാൻ പറ്റില്ലേ? ക്യാൻ ഹി കം വിത്ത് മീ. ഓക്കെ. അപ്പൊ നമ്മള് ഏതിനൊക്കെ പഠിച്ചു? എബിലിറ്റി, കഴിവിനെ കാണിക്കാൻ പഠിച്ചു. പെർമിഷൻ, അനുവാദം കൊടുക്കാനായിട്ടും ചോദിക്കാനായിട്ടും ഉപയോഗിച്ചു. ഇനി അടുത്ത നമ്മള് റിക്വസ്റ്റ്, ഒരു അപേക്ഷയായിട്ട് ചോദിക്കാനായിട്ടും ഏത് ഉപയോഗിക്കാം? ക്യാൻ. ഓക്കെ. നിനക്ക് എന്നെ സഹായിക്കാമോ? ദയവായി എന്നെ ഒന്ന് സഹായിക്കുമോ? എങ്ങനെ ചോദിക്കും? ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. ദയവായി എന്നെ സഹായിക്കുമോ? നീ ആ വാതിലൊന്ന് തുറക്കുമോ? ക്യാൻ യു ഓപ്പൺ ദ ഡോർ. ക്യാൻ യു ഓപ്പൺ ദ ഡോർ. നീ വാതിൽ തുറക്കുമോ? ക്യാൻ യു ഓപ്പൺ ദ ഡോർ. ഒരു മിനിറ്റ് കാത്തു നിൽക്കുമോ? ക്യാൻ യു വെയിറ്റ് എ മിനിറ്റ്. ക്യാൻ യു വെയിറ്റ് എ മിനിറ്റ്. ക്യാൻ യു വെയിറ്റ് എ മിനിറ്റ്. ഈ ബാഗ് ഒന്ന് നീ പിടിക്കുമോ? ഈ ബാഗ് ഒന്ന് നീ കൊണ്ടുപോകുമോ? ക്യാൻ യു ക്യാരി ദിസ് ബാഗ്. ക്യാൻ യു ക്യാരി ദിസ് ബാഗ്. ആൻസർ ആണെങ്കിൽ യെസ് ഐ ക്യാൻ, നോ ഐ കനോട്ട്. ഓക്കെ. എനിക്ക് കുറച്ച് പൈസ കടം തരുമോ? നീ എനിക്ക് കുറച്ച് പൈസ കടം തരുമോ? എങ്ങനെ ചോദിക്കും? ക്യാൻ യു കടം ചോദിക്കുക എന്നുള്ളതിന്, തരുമോ എന്നുള്ളതിന് ലെൻഡ്. ക്യാൻ യു ലെൻഡ് മീ സം മണി. ക്യാൻ യു ലെൻഡ് മീ സം മണി. ഓക്കെ. എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാമോ? ക്യാൻ ഐ ആസ്ക് യു സംതിങ്. ക്യാൻ ഐ ആസ്ക് യു സംതിങ്. ഞാൻ നിന്നോട് ചിലത് ചോദിച്ചോട്ടെ? നമുക്ക് പിന്നീട് സംസാരിക്കാം. ക്യാൻ വി സ്പീക്ക് ലേറ്റർ. ക്യാൻ വി സ്പീക്ക് ലേറ്റർ. നീ ഇതൊന്ന് പിന്നീട് ഒന്നോടെ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. ഓക്കെ. ക്യാൻ ഐ കോൾ യു നൗ. ഞാൻ നിന്നെ ഇപ്പോ വിളിച്ചോട്ടെ? ക്യാൻ ഐ കോൾ യു നൗ. എനിക്ക് നിന്നെ ഇപ്പൊ വിളിക്കാമോ? ക്യാൻ ഐ കോൾ യു നൗ. എന്റെ കൂടെ വരുമോ? നിനക്ക് എന്റെ കൂടെ വരാൻ കഴിയുമോ? ക്യാൻ യു കം വിത്ത് മീ. ക്യാൻ യു കം വിത്ത് മീ. ഓക്കെ. അപ്പൊ ക്യാൻ്റെ ഉപയോഗം പല സ്ഥലത്ത് നമ്മൾ പഠിച്ചു. ഓക്കെ. ഇനി നമുക്ക് എന്ത് പഠിക്കാം? കുഡ്. വേരിയസ് യൂസസ് കുഡിന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ പാസ്റ്റ് എബിലിറ്റി, അതായത് കഴിഞ്ഞ കാലത്തിലെ കഴിവ്. ക്യാൻ എപ്പോഴും കഴിവിനെ കാണിക്കാനാണ്, അതിന്റെ പാസ്റ്റ് ആണ് ഏത്? കുഡ്. പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കാനാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് കുഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ. എക്സാമ്പിൾസ് നോക്കാം. പോസിറ്റീവ് സെന്റൻസിൽ നമുക്ക് പറയാം. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. എങ്ങനെ പറയും? ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5. 5 വയസ്സുള്ളപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് കുട്ടിക്കാലത്ത് പിയാനോ വായിക്കാൻ കഴിയുമായിരുന്നു. ഷി കുഡ് പ്ലേ ദ പിയാനോ ആസ് എ ചൈൽഡ്. ഷി കുഡ് പ്ലേ ദ പിയാനോ ആസ് എ ചൈൽഡ്. ഓക്കെ. അവന് നന്നായിട്ട് ഓടാൻ കഴിയുമായിരുന്നു. പാസ്റ്റ് എബിലിറ്റി ആയിരുന്നു നേരത്തെ. ഹി കുഡ് റൺ വെരി ഫാസ്റ്റ്. ഹി കുഡ് റൺ വെരി ഫാസ്റ്റ്. അവർക്ക് വിഷമകരമായ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. എങ്ങനെ പറയും? ദേ കുഡ് സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. ദേ കുഡ് സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്.
ഓക്കെ, അവർക്ക് വിഷമകരമായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. എങ്ങനെ പറയും? ദേ കുഡ് സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. പാസ്റ്റ് എബിലിറ്റി ആണ്. അപ്പൊ നമ്മള് പാസ്റ്റിലെ കഴിവിനെ സൂചിപ്പിക്കാനായിട്ട് കുഡ് എവിടെ ഉപയോഗിക്കും, പാസ്റ്റിലെ കഴിവ് എവിടെ, കുഡ് എങ്ങനെ ഉപയോഗിക്കും എന്നാണ് ഇപ്പൊ പഠിച്ചത്. ഇനി നമുക്ക് ഇതിനകത്ത് ചോദ്യം ചോദിക്കാം. പാസ്റ്റ് എബിലിറ്റി തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഇപ്പൊ നിനക്ക് കുട്ടിയായിരുന്നപ്പോ നീന്താൻ കഴിയുമായിരുന്നോ? പലപ്പോഴും നമ്മൾ ചോദിക്കും, കുട്ടിക്കാലത്ത് നീ നീന്തുമായിരുന്നോ? കുഡ് യു സ്വിം ആസ് എ ചൈൽഡ്? കുഡ് യു സ്വിം ആസ് എ ചൈൽഡ്? കുട്ടിക്കാലത്ത് നീന്താനായിരുന്നു. 3 വയസ്സുള്ളപ്പോ അവൾക്ക് വായിക്കാൻ കഴിയുമായിരുന്നു. എങ്ങനെ ചോദിക്കും? Could she read at the age of 3? Could she read at the age of 3? 3 വയസ്സിൽ അവർക്ക് വായിക്കാൻ കഴിയുമായിരുന്നു. അവർക്ക് ലെസൺസ് മനസ്സിലാകുമായിരുന്നോ? പാഠങ്ങൾ മനസ്സിലാകുമായിരുന്നോ? Could they understand the lesson? നേരത്തെ കാര്യമാണ്. Could they understand the lesson? അവർക്ക് പാഠങ്ങൾ മനസ്സിലാകുമായിരുന്നോ? അവന് 10 വയസ്സിൽ ബൈക്ക് ഓടിക്കാൻ കഴിയുമായിരുന്നോ? എങ്ങനെ ചോദിക്കും? Could he ride a bike at 10? Could he ride a bike at 10? Okay. നമുക്ക് അന്നേരം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നോ? Could we speak English then? Could we speak English then? Okay. ഇനി ഇപ്പൊ നമ്മളെ പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കാനാണ് കൊണ്ടുപഠിച്ചത്. അടുത്ത പൊളൈറ്റ് പെർമിഷൻ. നമ്മൾ ക്യാൻ ചേർത്ത് ക്യാൻ യു കം വിത്ത് മീ എന്നൊക്കെ ചോദിച്ചു. ക്യാൻ ഐ ഗോ ദെയർ? പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ പൊളൈറ്റ് ആണ് ഏത് ചേർത്ത് ചോദിക്കുമ്പോൾ? കുഡ്. മനസ്സിലായോ? ക്യാനേക്കാളും കുറച്ചുകൂടെ വിനീതമായിട്ട് ചോദ്യം ചോദിക്കാൻ, അനുവാദം ചോദിക്കാൻ കുറെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്? കുഡ്. ഓക്കെ, പൊളൈറ്റ് പെർമിഷൻ. യു കുഡ് ടേക്ക് ദ ഡേ ഓഫ്. നിനക്ക് എന്താണ് പോസിറ്റീവിലും പറയാം, നെഗറ്റീവിലും രണ്ടും ഉപയോഗിക്കാം. നിനക്ക് ഇന്ന് അവധി എടുക്കാമായിരുന്നു. യു കുഡ് ടേക്ക് എ ഡേ ഓഫ്. യു കുഡ് ടേക്ക് ദ ഡേ ഓഫ്. നിനക്ക് ആ അവധി ഇന്ന് എടുക്കാമായിരുന്നു. നിനക്ക് ഇന്ന് അവധി എടുക്കാമായിരുന്നു. യു കുഡ് ടേക്ക് ദ ഡേ ഓഫ്. അവൻ ആഗ്രഹിച്ചാൽ ഇവിടെ താമസിക്കാമായിരുന്നു. അവന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇവിടെ താമസിക്കാമായിരുന്നു. എങ്ങനെ പറയും? ഹി കുഡ് സ്റ്റേ ഹിയർ ഇഫ് ഹി വാണ്ട്സ്. ഹി കുഡ് സ്റ്റേ ഹിയർ ഇഫ് ഹി വാണ്ട്സ്. ഷീ കുഡ് ജോയിൻ ദ മീറ്റിംഗ്. ഒക്കെ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാമായിരുന്നു. ഷീ കുഡ് ജോയിൻ ദ മീറ്റിംഗ്. ജോയിൻ ചെയ്യാമായിരുന്നു. ഷീ കുഡ് ജോയിൻ ദ മീറ്റിംഗ്. ജോയിൻ ചെയ്യാൻ കഴിയും. എങ്ങനെയാണെങ്കിലും മലയാളത്തിൽ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് പറയുകയാണ്. വി കുഡ് വിസിറ്റ് ദം ലേറ്റർ. നമുക്ക് അവരെ പിന്നീട് സന്ദർശിക്കാം. വി കുഡ് വിസിറ്റ് ദം ലേറ്റർ. കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് പറയുക എന്നുള്ള മാത്രമേ ഉള്ള എബിലിറ്റി. ഓക്കെ, അവർക്ക് നമ്മുടെ മുറി ഉപയോഗിക്കാമായിരുന്നു. ദേ കുഡ് യൂസ് അവർ റൂം. ദേ കുഡ് യൂസ് അവർ റൂം. അനുവാദം കൊടുക്കുകയാണ് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട്. ദേ കുഡ് യൂസ് അവർ റൂം. നമ്മുടെ മുറി അവർക്ക് ഉപയോഗിക്കാം. ഇനി ഇത് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിലോ കുറച്ചുകൂടെ പൊളൈറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇപ്പൊ ക്യാൻ ഐ ഗോ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ പൊളൈറ്റ് ആണ് എന്ത്? കുഡ് ഐ ഗോ നൗ പ്ലീസ്? എനിക്കിപ്പോ പോകാമോ? കുഡ് ഐ ഗോ നൗ പ്ലീസ്? ക്യാനേക്കാൾ ഇത്ര ഓർത്താൽ മതി നിങ്ങള്. ക്യാൻ, കുഡ് എന്ന് പറയുന്നതിനകത്ത് പൊളൈറ്റ്നെസ് കുറച്ചുകൂടെ കൂടുതൽ എവിടെയാണ്? കുഡ്. കുഡ് ഐ ഗോ നൗ പ്ലീസ്? ദയവായി എനിക്ക് പോകാമോ? എനിക്കിന്ന് നേരത്തെ പോകാമോ? കുഡ് വി? അല്ലെങ്കിൽ നമുക്കിന്ന് നേരത്തെ പോകാമോ? കുഡ് വി ലീവ് ഏർലി ടുഡേ? കുഡ് ഐ ലീവ് ഏർലി ടുഡേ ഓർ കുഡ് വി ലീവ് ഏർലി ടുഡേ? നമുക്കിന്ന് നേരത്തെ പോകാമോ? എനിക്ക് നിന്റെ പേനയൊന്ന് കടമെടുക്കാവോ? അല്ലെങ്കിൽ പേനയൊന്ന് യൂസ് ചെയ്യാമോ? എങ്ങനെ ചോദിക്കും? കുഡ് ഐ ബോറോ യുവർ പെൻ? കുഡ് ഐ ബോറോ യുവർ പെൻ? ഓക്കെ. അവക്ക് നമ്മളോട് ജോയിൻ ചെയ്യാൻ കഴിയില്ലേ? കുഡ് ഷീ ജോയിൻ അസ്? കുഡ് ഷീ ജോയിൻ അസ്? ഓക്കെ, അവൻ ഇവിടെ ഇന്ന് രാത്രി താമസിക്കാൻ കഴിയില്ലേ? എങ്ങനെ ചോദിക്കും? കുഡ് ഹി സ്റ്റേ ഹിയർ ടു നൈറ്റ്? കുഡ് ഹി സ്റ്റേ ഹിയർ ടു നൈറ്റ്? ഇനി പൊളൈറ്റ് റിക്വസ്റ്റ്, വിനീതമായിട്ടുള്ള അപേക്ഷയ്ക്കും കുഡ് ഉപയോഗിക്കാം. മനസ്സിലായോ? പൊളൈറ്റ് ആയിട്ടുള്ള അപേക്ഷയ്ക്ക് പൊളൈറ്റ് റിക്വസ്റ്റ്. നീ എന്നെ ഒന്ന് സഹായിക്കുമോ? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? ദയവായി എന്നെ നീ സഹായിക്കുമോ? ദയവായി എന്നെ നീ സഹായിക്കുമോ? നീ ആ വിൻഡോ എന്ന് അടയ്ക്കുമോ? ജനലൊന്ന് അടയ്ക്കുമോ? എങ്ങനെ ചോദിക്കും? കുഡ് യു ക്ലോസ് ദ വിൻഡോ? കുഡ് യു ക്ലോസ് ദ വിൻഡോ? ക്യാൻ യു ക്ലോസ് ദ വിൻഡോ എന്നതിനേക്കാളും കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് എന്ത്? കുഡ് യു ക്ലോസ് ദ വിൻഡോ? അതൊന്ന് ഒന്നോടെ വിശദീകരിക്കുമോ?
ഇപ്പോൾ ടീച്ചറിനോട് ആണെങ്കിൽ could you explain that again? Could you explain that again? Okay. ഒരു മിനിറ്റ് സമയം എനിക്ക് തരുമോ? Could you give me a minute? Could you give me a minute? Polite ആയിട്ട് റിക്വസ്റ്റ്. Could you give me a minute? എനിക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരുമോ? Could you bring me some water? Could you bring me some water? ഇനി ഇത് തിരിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ തിരിച്ചിട്ടാ മതി. Could I talk you for a moment? ഒരു മിനിറ്റ് നിന്നോട് എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ? Could I talk to you for a minute? അല്ലെങ്കിൽ for a moment. നമുക്കിപ്പോൾ പാർക്കിൽ പോകാമോ? എങ്ങനെ ചോദിക്കും? Could we go to the park now? Could we go to the park now? അത് ക്യാൻ തന്നെയാണ് കഴിയുക എന്നുള്ളത്, നമുക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഓർത്താൽ മതി. കുഡ്. ഓക്കെ, ചെയ്യാൻ പറ്റും. അവന് നമ്മളെ ഇതിന് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ ചോദിക്കും? കുഡ് ഹി ഹെൽപ്പ് അസ് വിത്ത് ദിസ്? കുഡ് ഹി ഹെൽപ്പ് അസ് വിത്ത് ദിസ്? ഓക്കെ. അടുത്ത്, കുഡ് യു ടെൽ മീ ദ ടൈം? ആ സമയം ഒന്ന് എന്നോട് പറയുമോ? കുഡ് യു ടെൽ മീ ദ ടൈം? കുഡ് യു ടെൽ മീ ദ ടൈം? അടുത്ത വാചകം നോക്കിക്കേ. അവര് വീണ്ടും കാണാൻ കഴിയുമോ? അവർക്ക് വീണ്ടും കാണാൻ കഴിയുമോ? കുഡ് ദേ മീറ്റ് അസ് ലേറ്റർ? നമ്മളെ അവർക്ക് വീണ്ടും കാണാൻ കഴിയുമോ? കുഡ് ദേ മീറ്റ് അസ് ലേറ്റർ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത് പോസിബിലിറ്റി, അതായത് തികച്ചും ഉറപ്പില്ലാത്ത ഒരു സാധ്യതയെ കാണിക്കാനും കുഡ് ഉപയോഗിക്കാം. ഉറപ്പില്ലാത്ത, ലെസ് സർട്ടൻ, ഉറപ്പില്ലാത്ത ഒരു സാധ്യതയെ കാണിക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. ഇതിങ്ങനെ ഓർത്തിരുന്നാൽ മതി, വലിയ വ്യത്യാസമൊന്നും അവിടെ ഇല്ല കേട്ടോ. അതിന്റെ പോസിറ്റീവ് സെന്റൻസ് നോക്കാം. ഇന്ന് വൈകുന്നേരം മഴ പെയ്യുമായിരിക്കും. ഇറ്റ് കുഡ് റെയിൻ ദിസ് ഈവനിങ്. ഇറ്റ് കുഡ് റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ പെയ്യാം. ഇറ്റ് കുഡ് റെയിൻ ദിസ് ഈവനിങ്. ലെസ് പോസിബിലിറ്റി ആണ് അവിടെ കേട്ടോ. അവനിപ്പോ സ്റ്റേഷനിൽ ഉണ്ടാവും, ഇപ്പൊ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഉണ്ടാവും. ഹി കുഡ് ബി അറ്റ് ദ സ്റ്റേഷൻ നൗ. ഹി കുഡ് ബി അറ്റ് ദ സ്റ്റേഷൻ നൗ. അവനിപ്പോ സ്റ്റേഷനിലായിരിക്കാം. ഹി കുഡ് ബി അറ്റ് ദ സ്റ്റേഷൻ നൗ. അവർക്ക് ഒരുപക്ഷെ അസുഖമായിരിക്കാം, നമുക്കറിയില്ല, ലെസ് പോസിബിലിറ്റി ആണ്. ഷീ കുഡ് ബി സിക്ക്. ഷീ കുഡ് ബി സിക്ക്. അവള് ലീവാണ്, ഒരുപക്ഷെ അവർക്ക് മേലായിരിക്കും. ഷീ കുഡ് ബി സിക്ക്. അവരൊരുപക്ഷെ ബിസി ആയിരിക്കാം. ദേ കുഡ് ബി ബിസി. ദേ കുഡ് ബി ബിസി. ഏത് നിമിഷവും ബസ് വരാം. The bus could arrive any minute. The bus could arrive any minute. ഇനി ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കാം? ഇന്ന് മഴ പെയ്യുമോ? എങ്ങനെ ചോദിക്കും? Could it rain today? Could it rain today? ഇന്ന് മഴ പെയ്യുമോ? അവൻ കുഴപ്പത്തിലാകുമോ? Could he be in trouble? ആകുക be. Could he be in trouble? Yes, he could be എന്ന് പറയാം. No, he couldn't be. ഓക്കെ. അവള് സത്യമായിരിക്കുമോ പറയുന്നത്? Could she be telling the truth? അവള് സത്യം പറയുമോ? Could she be telling the truth? അവർ ലേറ്റ് ആകുമോ? Could they be late? Yes, they could be late. No ആണെങ്കിൽ they couldn't be late. Could they be late? കറണ്ട് പോകുമോ? Could the power go out? Could the power go out? ഓക്കെ. ഇനി സജഷന് വേണ്ടി, ഒരു നിർദ്ദേശം നൽകാനായിട്ട് കുഡ് ഉപയോഗിക്കും. കുഡ് ഫോർ സജഷൻ, നിർദ്ദേശം നൽകാനായിട്ട് ഉപയോഗിക്കുന്നു. എല്ലാത്തിന്റെയും പോസിറ്റീവ്, ക്വസ്റ്റ്യനും പോസിറ്റീവ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കുഡ്. പോസിറ്റീവ് സെന്റൻസ് നമുക്ക് നോക്കാം. നമുക്കിന്ന് രാത്രി സിനിമ കാണാം. എങ്ങനെ പറയും? വി കുഡ് വാച്ച് എ മൂവി ടുനൈറ്റ്. ഇന്ന് രാത്രി നമുക്ക് സിനിമ കാണാം. വി കുഡ് വാച്ച് എ മൂവി ടുനൈറ്റ്. നിനക്കൊരു പുതിയ റെസിപ്പി പരീക്ഷിക്കാം. റെസിപ്പി. യു കുഡ് ട്രൈ എ ന്യൂ റെസിപ്പി. യു കുഡ് ട്രൈ എ ന്യൂ റെസിപ്പി. ഓക്കെ. അടുത്ത്, അവനൊരു ബ്രേക്ക് എടുക്കാം. ഹി കുഡ് ടേക്ക് എ ബ്രേക്ക്. ഒരു സജഷൻ ആണ്. അവനൊരു അവധി എടുക്കാം. ഹി കുഡ് ടേക്ക് എ ബ്രേക്ക്. അവർക്ക് ട്രെയിനിൽ പോകാം. ദേ കുഡ് ഗോ ബൈ ട്രെയിൻ. ദേ കുഡ് ഗോ ബൈ ട്രെയിൻ. ഓക്കെ. അവർക്ക് ടീച്ചറിനോട് സംസാരിക്കാം. ഷീ കുഡ് ടോക്ക് ടു ഹെർ
ടീച്ചർ. ഷീ കുഡ് ടോക്ക് ടു ഹെർ ടീച്ചർ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ, നമുക്ക് ബീച്ചിൽ പോകാമോ? ഒരു സജഷൻ ആണ്, നമുക്ക് ബീച്ചിൽ പോകാം. കുഡ് വി ഗോ ടു ദ ബീച്ച്? ഒരാളോട് നമ്മൾ സജസ്റ്റ് ചെയ്യാണ്, കുഡ് വി ഗോ ടു ദ ബീച്ച്? നമുക്ക് കടൽത്തീരത്തിലേക്ക് പോകാമോ? നിനക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമോ? നീ കുറച്ച് റെസ്റ്റ് എടുക്കാമോ? കുഡ് യു ടേക്ക് സം റെസ്റ്റ്? കുഡ് യു ടേക്ക് സം റെസ്റ്റ്? നമുക്ക് ക്യാൻ പഠിച്ചു, കുഡ് പഠിച്ചു. ഇനി നമുക്ക് കുഡ് ഹാവ് പഠിക്കാം. ഓക്കെ, ചെയ്തിരിക്കാമായിരുന്നു, അതായത് മിസ് പോസിബിലിറ്റീസ് ഓർ റിഗ്രറ്റ് ഇൻ ദ പാസ്റ്റ്. ചെയ്തില്ല, ചെയ്തിരിക്കാമായിരുന്നു. കുഡ് ഹാവ് എന്ന് പറയുമ്പോൾ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷെ ചെയ്തില്ല, ചെയ്തിരിക്കാമായിരുന്നു എന്ന അർത്ഥമാണ് വരുന്നത് കുഡ് ഹാവ്. കണ്ടീഷണൽ ക്ലോസിൽ ഇഫിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് നോക്കാം പല ഉപയോഗങ്ങളുണ്ടോ ഒന്ന്. ഇപ്പൊ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷ പാസ്സായേനെ. മിസ് പോസിബിലിറ്റി ആണ്, പഠിച്ചില്ല, പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷ പാസ്സായേനെ. ഇപ്പൊ എങ്ങനെ പറയും? ഇഫ് I had studied, I could have passed the exam. I could have passed the exam if I had studied. പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷ പാസ്സായേനെ. I could have passed the exam if I had studied. പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പരീക്ഷ പാസ്സായേനെ. പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പാസ്സായില്ല. ഓക്കെ, അവൾ കളി ജയിച്ചേനെ. She could have won the game. She could have won the game. അവൾ ആ കളി ജയിച്ചേനെ. കഴിഞ്ഞ ആഴ്ച അവർ ഞങ്ങളെ സന്ദർശിച്ചേനെ. ഇവിടെ ഓർക്ക, ഒരു കഴിയാത്ത, ചെയ്യാതിരുന്ന ഒരു സാധ്യത, നടക്കാതിരുന്ന ഒരു സാധ്യതയെ കാണിക്കാനാണ്, മിസ് പോസിബിലിറ്റിയെ കാണിക്കാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അവർ ഞങ്ങളെ സന്ദർശിച്ചേനെ. സന്ദർശിച്ചില്ല. They could have visited us last week. നമ്മുടെ മലയാളത്തിൽ എങ്ങനെ പറയില്ല, അവർ വന്നേനെ. They could have visited us last week. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ ഉണ്ടാകണമെന്ന് നോക്കാം. നീ അത് സമയത്ത് പൂർത്തിയാക്കിയല്ലോ. എങ്ങനെ ചോദിക്കും? Could you have finished on time? Could you have finished it on time? നീ അത് സമയത്തിന് പൂർത്തിയാക്കിയല്ലോ. Could you have finished it on time? സമയത്ത്. അവൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേനല്ലോ. നമ്മൾ മലയാളത്തിൽ എപ്പോഴും പറയാം, അവൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേനല്ലോ. പറഞ്ഞില്ല, പറഞ്ഞേനല്ലോ. Could she have answered that question? Could she have answered that question? അവർ കുറച്ച് പണം സംരക്ഷിച്ചേനല്ലോ, അല്ലെങ്കിൽ കൂട്ടി വെച്ചേനല്ലോ, കളക്ട് ചെയ്തേനല്ലോ. ഇപ്പൊ എങ്ങനെ പറയും? Could they have saved some money? Could they have saved some money? വെച്ചില്ല, വെച്ചേനല്ലോ, സൂക്ഷിച്ചേനല്ലോ. Could they have saved some money? Could they have saved some money? ഇനി നമുക്ക് റിഗ്രറ്റ് അല്ലെങ്കിൽ ക്രിറ്റിസിസം, ചെയ്യാൻ കഴിയാതിരുന്നതിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുന്ന രീതിയിൽ could have for regret or criticism. അതിന്റെ പോസിറ്റീവ് സെന്റൻസ് നമുക്ക് നോക്കാം. ഞാൻ സത്യം പറഞ്ഞേനെ. പറയാൻ പറ്റിയില്ല, ഞാൻ സത്യം പറഞ്ഞേനെ, ഞാൻ ആൻസർ പറഞ്ഞേനെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. I could have told the truth. നമ്മൾ അതിനെ റിഗ്രറ്റ് ചെയ്യാണ്, പറഞ്ഞില്ല. I could have told the truth. ഞാൻ ആ സത്യം പറഞ്ഞേനെ. നീ കൂടുതലായി ശ്രദ്ധിച്ചേനെ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ നീ അത് ശ്രദ്ധിച്ചേനെ നമ്മൾ പറയില്ലേ? എങ്ങനെ പറയും? You could have been more careful. You could have been more careful. അവൾ തന്റെ മാതാപിതാക്കളെ പറയുന്നത് അനുസരിച്ചേനെ, കേട്ടേനെ. എങ്ങനെ പറയും? She could have listened to her parents. She could have listened to her parents. അതായത് പാസ്റ്റില് ചെയ്ത പറ്റിയില്ല, അതിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണ്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? അവൾക്ക് ആ പ്രശ്നം ഒഴിവാക്കാമായിരുന്നില്ലേ? എങ്ങനെ ചോദിക്കും? Could she have avoided the problem? Could she have avoided the problem? V3 ഫോം ആണ് അവിടെ വരുന്നത്. Could she have avoided the problem? അവൻ നമ്മോട് മുൻകൂട്ടി പറയാമായിരുന്നില്ലേ? അവർക്ക് നമ്മോട് മുൻകൂട്ടി പറയാമായിരുന്നില്ലേ? Could they have told us earlier? Could they have told us earlier? നിനക്ക് അവനെ സഹായിക്കാമായിരുന്നില്ലേ? Could you have helped him? Could you have helped him? Okay, ഇതിന്റെ മനസ്സിലാക്കിയാൽ മതി. ഇനി ക്യാനെ കൊണ്ട് could have, couldn't have ഇത്രയും സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് കഴിഞ്ഞു എന്നുള്ള പാസ്റ്റ് അർത്ഥം മാത്രമല്ല അവിടെ വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഒരു വാചകം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി, 4 യൂസ് ഇങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ,
ഇനി നമുക്കത് ക്യാൻ കഴിഞ്ഞു, കുഡ് കഴിഞ്ഞു, കുഡ് ഹാവ് കഴിഞ്ഞു. ഇനി കുഡിൻ ഹാവ്, ചെയ്തിരിക്കില്ല. അതായത് പാസ്റ്റിലെ ഇമ്പോസിബിലിറ്റി ആണ്. ഇമ്പോസിബിലിറ്റി ഇൻ ദ പാസ്റ്റ്, ചെയ്തിരിക്കില്ല. അവനത് ചെയ്തിരിക്കില്ല എന്ന് ഉറപ്പ്, അങ്ങനെ പറയുന്നതാണ് കുഡിൻ ഹാവ്. ഓക്കെ, അവൻ അത്ര വേഗത്തിൽ തീർത്തിരിക്കില്ല, അവനത് അത്ര വേഗത്തിൽ തീർത്തിരിക്കില്ല. He couldn't have finished so fast. He couldn't have finished so fast. എനിക്കത് അറിയാൻ കഴിയില്ലായിരുന്നു, എനിക്കത് അറിയാൻ കഴിയില്ലായിരുന്നു. എങ്ങനെ പറയും? I couldn't have known about it. I couldn't have known about it. Impossibility ആണ്. അവൾ കള്ളം പറഞ്ഞിരിക്കില്ല. She couldn't have lied. She couldn't have lied. Okay. So can, could, could have, couldn't have. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ പറയുന്നു? He couldn't have ചേർത്ത് വരുമ്പോ അവൻ സത്യം പറഞ്ഞേനല്ലോ. Couldn't he have told the truth? പറഞ്ഞില്ല. അപ്പൊ തിരിച്ചിങ്ങനെ ചോദിക്കാം, Couldn't he have told the truth? നീ എന്നെ അറിയിച്ചേനല്ലോ. Couldn't you have informed me? Couldn't you have informed me? അവൻ നേരത്തെ വന്നേനല്ലോ. Couldn't they have come earlier? Okay. ഇതിന്റെ എല്ലാത്തിനും പോസിറ്റീവ് ക്വസ്റ്റ്യന് നമ്മൾ പഠിച്ചു. Can, could, could have, couldn't have. മോഡൽ വേർബ്സ് ഇതിന്റെ യൂസേജ് പഠിച്ചു. അപ്പൊ ക്യാൻ എവിടെയൊക്കെ ഉപയോഗിക്കും? ഒന്നോടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. എവിടെയൊക്കെ ഉപയോഗിക്കും? പ്രസന്റ് എബിലിറ്റിയെ കാണിക്കാനായിട്ട്, പെർമിഷൻ കാണിക്കാനായിട്ട്, റിക്വസ്റ്റ്, ഇതിനെല്ലാമാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. കുഡ് ആണെങ്കിലോ പാസ്റ്റ് എബിലിറ്റി, പൊളൈറ്റ് പെർമിഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ്. ഒരു പോസിബിലിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കാം, സജഷനെ കാണിക്കാൻ ഉപയോഗിക്കാം. കുഡ് ഹാവ് ആണെങ്കിലോ മിസ് ചാൻസ്, നഷ്ടപ്പെട്ടു പോയ അവസരം, അല്ലെങ്കിൽ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുക, അത് കഴിഞ്ഞേനെ ചെയ്തേനെ പാഴായ അവസരം ഓർത്ത്. കുഡിൻ ഹാവ് ആണെങ്കിലോ ഇമ്പോസിബിലിറ്റി, പാസ്റ്റ് ഇമ്പോസിബിലിറ്റി, നെഗറ്റീവ് ആണ്, അത് സംഭവിച്ചിരിക്കില്ല, സാധ്യതയെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. Couldn't have, past impossibility. This is Stanley from Mentor School of English. Keep learning grammar and spoken English every day, step by step. If you found this class helpful, don't forget to like, comment and share with your friends. Please subscribe to the channel. Thank you.